എന്താണ് ഒരു ആഗ്രഹമുള്ളത്, ഇന്ന റോൾ എനിക്ക് ചെയ്യണമെന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല വേഷങ്ങൾ കിട്ടിയാൽ അത് ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ആരോടും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പ്രധാനം ഞാൻ കഴിഞ്ഞ മെയിൽ ഞാൻ എൻ്റെ സർവീസിൽ നിന്ന് റിട്ടയറായി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഫ്രീ ആണ്. എനിക്ക് ഏത് ക്യാരക്ടർ ആര് തന്നാലും എത്ര ദിവസം എവിടെ വർക്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പ്രിപ്പയർഡാണ്. എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ അതിന് ഈ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊക്കെ തോന്നണം ജോസഫിനെ വിളിക്കാം, നല്ല കഥാപാത്രം കൊടുക്കാം എന്ന് തോന്നും എന്നുള്ളൊരു ആഗ്രഹം. അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അതിന് ഈശ്വരൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, നടൻ സോമൻ ചേട്ടൻ്റെ ഒരു ചായ ഉണ്ടെന്ന്, കണ്ണുകൾ, അങ്ങനെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സോമൻ ചേട്ടൻ ആരെങ്കിലും ആണെന്ന്. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഒരു ചത്ത കണ്ണ് പോലെയുള്ള തോന്നല. ചത്ത കണ്ണല്ല, ചില ആംഗിളിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ സോമനെ കുറിച്ച് എൻ്റെ അറിവിൽ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും കഥാപാത്രങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന കഥാപാത്രം, ഏതെങ്കിലും ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണമെന്നുള്ളൊരു മനസ്സിൽ അങ്ങനെയുണ്ട്? മനസ്സിൽ അങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നോ പ്രത്യേകമായിട്ടുള്ള ഒരു ഒന്നും എനിക്കുണ്ടായിട്ടില്ല. കിട്ടുന്ന കഥാപാത്രങ്ങൾ എന്തായാലും, അതായത് ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിന് ഇണങ്ങിയ ചില കഥാപാത്രങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കഥാപാത്രം മനസ്സിന് ഇണങ്ങാത്ത കഥാപാത്രമായിരിക്കും. അവിടെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇഷ്ടമല്ലാത്ത, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കഥാപാത്രം, ആ ഒരു കഥാപാത്രം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ അഭിനയിച്ചെടുപ്പിക്കാൻ വലിയ പാടാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇണങ്ങുന്നൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കറക്റ്റായിരിക്കും. ആ ഒരു വ്യത്യാസമുണ്ട് അവിടെ. വീട്ടിലാരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ വിമർശിക്കുന്നതും നല്ലതാണെന്ന് പറയുന്നതൊക്കെ ആരാണ്? മകനാണോ? ശരിക്കും പറഞ്ഞാൽ സിനിമ അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായില്ല എന്നാണ് സത്യം ഉള്ള കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മളത് മറച്ചു വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഒരു വളരെ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ ഈ മറ്റേ കല്യാണം കഴിച്ചതിന് ശേഷം സിനിമ അഭിനയത്തിന് പോകുന്നതിന് ഏറ്റവും താല്പര്യക്കുറവ് ഭാര്യയ്ക്കായിരുന്നു. അതൊരു സത്യമാണ്. പ്രത്യേകിച്ച് സിനിമ കല്യാണത്തിന് ശേഷം ഒരു നാടകം പോലും അവതരിപ്പിക്കാനായിട്ട് ഉള്ള ശരിക്കുള്ള ഒരു പെർമിഷൻ ഇല്ലാതെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോത്സാഹനം. ഇന്നിപ്പോൾ നല്ല പ്രോത്സാഹനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല വരുമാനം, ഇന്നിപ്പോൾ അതിനെപ്പറ്റി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആദ്യകാലങ്ങളിൽ അതിൻ്റേതായൊരു ഇതുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഉള്ളത് വൈഫും 3 കുട്ടികളും അമ്മയും മൂത്ത മകൻ്റെ ഭാര്യയും കുട്ടിയും. അപ്പൂപ്പനായി. രണ്ടാമത്തെ മകൻ അവനും കല്യാണം കഴിഞ്ഞ് അവനും 2 കുട്ടികളായി. അതെ, ഇപ്പൊ 3 കുട്ടികളുടെ അപ്പൂപ്പനാണ്. സന്തോഷമായിരിക്കും എല്ലാവരും കൂടെ. അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങളൊക്കെ സാറിനെ തേടി വരട്ടെ. ഇനിയും മലയാളികൾ അഭിനയമല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള നാട്യങ്ങൾ അല്ലെങ്കിൽ അഭിനയം കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിന് സർവേശ്വരന് എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, 34 വർഷമായിട്ട് ഒരു കലയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഞാൻ നിരന്തരമായിട്ട് ഒരു ജോലിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട്. അതിന് ഇപ്പോൾ ഈ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ SMS അയക്കുന്ന പോലെ നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുക, കൂടുതൽ നല്ല വേഷങ്ങൾ എനിക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. താങ്ക് യു. ഒരുപാട് നല്ല കാര്യങ്ങൾ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപച്യുതിയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിച്ചു. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമയെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുരന്തപൂർണമായ അനുഭവത്തെക്കുറിച്ചും ഒരുപാട് ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വ്യക്തിയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.